ഈ വീഡിയോയിൽ നമ്മൾ മൈനർ ലോസസിന്റെ രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് എന്നുള്ള സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? H ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. രണ്ടാമത്തെ പ്രോബ്ലം ബേസ്ഡ് ഓൺ സഡൻ കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നത്? H കോൺട്രാക്ഷൻ ഈക്വൽ ടു 0.5 V2 സ്ക്വയർ ബൈ 2G. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലിപ്പം സെക്കൻഡ് സിറ്റുവേഷനിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ എല്ലായ്പ്പോഴും പറ്റണമെന്നില്ല, ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് ലോസസ് ഡ്യൂ ടു സഡൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The question is, at a sudden enlargement of a water main from 240 mm to 480 mm diameter, the hydraulic gradient rises by 10 mm. Estimate the rate of flow. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് എടുത്തെഴുതുക. സോ ഡീറ്റെയിൽസ് എന്താണ്? D1 ഈക്വൽ ടു 240 mm ആണ്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.24 മീറ്റർ ആണ്. അത് വെച്ച് നമുക്ക് ഇൻലെറ്റ് ആദ്യം വരുന്ന പൈപ്പിന്റെ diameter വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. That is pi by 4 d1 square. So this is equal to pi by 4 into 0.24 square കിട്ടും. So അത് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? D2 നമുക്കറിയാം, D2 എത്രയാ? 480 mm ആണെന്നറിയാം. അപ്പൊ അത് നമുക്ക് എത്ര എടുക്കാൻ പറ്റും? 0.48 മീറ്റർ എടുക്കാൻ പറ്റും. അപ്പൊ അതും വെച്ചിട്ട് എന്ത് ചെയ്യുക? pi by 4 into 0.48 സ്ക്വയർ വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഇനി എന്താ തന്നിട്ടുള്ളത്? ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. റൈസ് ഇൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് 10 mm. ഫൈൻഡ് ഔട്ട് ദി Q. അപ്പം റൈസ് ഇൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അറിയാം. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? ബെർണോളിസ് ഇക്വേഷൻ ഈസ് P by rho G. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ P1 by rho G plus V1 square by 2G plus Z1 is equal to P2 by rho G plus V2 square by 2G plus Z2. ഇതാണ് ഒരു ഐഡിയൽ കേസ്. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ എപ്പോഴും എന്ത് സംഭവിക്കും? ഒരു ഹെഡ് ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ എന്തായാലും ഹെഡ് ലോസ് ഉണ്ടാവും, കാരണം എന്താ? ഒരു സഡൻ എൻലാർജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഹെഡ് ലോസ് ഡ്യൂ ടു എൻലാർജ്മെന്റ് ഉണ്ട്, H സഫിക്സ് E. അപ്പം ഇതില് റൈസ് ഇൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഇൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് വിൽ ബി ദിസ് പോർഷൻ വേർ S2 പ്ലസ് P2 by rho G ഇതൊറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കുക, മൈനസ് Z1 പ്ലസ് P1 by rho G. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പീസോമെട്രിക് ഹെഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽ ആണ് എത്ര? 10 mm. or this is equal to 10 into 10 raised to minus 3 meter. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ചാർജ് Q is equal to A2 into V2 അല്ലെ? എക്സ്പാൻഡ് ചെയ്ത്, അതായത് എൻലാർജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഏരിയ പോർഷൻ ആണ് D2. അപ്പൊ D2ന് കറസ്പോണ്ടിങ് A2 V2 ആണ് ഡിസ്ചാർജ്. ആ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ A2 നമുക്ക് എത്രയാണെന്ന് അറിയാം, റൈറ്റ്? V2 കണ്ടുപിടിക്കണം. അപ്പൊ V2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് V2 കിട്ടുക. അപ്പൊ ഇതിൽ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? V2 കിട്ടുള്ളൂ. അപ്പൊ V2 കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ, ഹെഡ് ലോസ് ഡ്യൂ ടു എൻലാർജ്മെന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. സോ H ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. ഓക്കെ, നൗ വാട്ട് ഈസ് V1 and V2 നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഡിസ്ചാർജിന്റെ ബേസിക് ഡെഫിനിഷൻ കണ്ടിന്യൂറ്റി ആസ് പെർ കണ്ടിന്യൂറ്റി A1 V1 is equal to A2 V2 എന്നറിയാം അല്ലെ? ഓർ V1 is equal to A2 by A1 into V2 എന്ന് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും V2 അറിയണം. ഈ ഇക്വേഷനിൽ വെച്ചിട്ട് V2 കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ V1 V2ലേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് V2 കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ V1 in terms of V2ലേക്ക് മാറ്റുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു pi by 4 into 0.48 സ്ക്വയർ, അതാണ് A2, ഡിവൈഡഡ് ബൈ pi by 4 into 0.24 സ്ക്വയർ ആയിരുന്നു A1 into V2. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 0.48ഉം 0.24ഉം ഇത് ട്വൈസ് ആണല്ലേ? അപ്പൊ നമുക്ക് ശരിക്കും എന്ത് ചെയ്യും? V1 is equal to 4V2 എന്ന് കിട്ടും.
അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം this is equal to 4v2 minus v2 whole square divided by 2g. So this is equal to 9v2 square by 2g. ഇത് എന്ത് ചെയ്യുക? ഇത് ബെർണോളിസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? p1 by rho g plus 4v2. കാരണം എന്താ? v1 square by 2g ക്ക് പകരം എന്ത് കൊടുക്കണം? 4v2. So 4v2 square by 2g plus z1 is equal to p2 by rho g plus v2 square by 2g plus z2 plus 9v2 square by 2g. ഇതാണ് he. അപ്പൊ ഇത് ഇത്രയും കൊടുത്ത്, അതായത് ഈ പോർഷൻ നമുക്ക് p1 by rho g plus z1, p2 by rho g plus z2 ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് എത്ര കിട്ടും? 10 into 10 power minus 3 ആണെന്ന് അറിയാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ളത് ഇത് എത്രയാണ്? 16v2 square, ഇത് v2 square, ഇത് 9v2 square. അതെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പൊ 16 minus 1 minus 9 ഇതെല്ലാം ഒന്നിച്ചായി into v2 square by 2g. This is equal to 10 into 10 power minus 3. Okay, so 16 minus 1 minus 9. So that will be 6v2 square by 2g. So this is equal to 6v2 square by 2g is equal to 1 by 100 എന്ന് കിട്ടും. 10 divided by 1000 1 by 100 കിട്ടും. അതിൽ നിന്ന് v2 directly നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും 0.181 meter per second. അപ്പൊ v2 കിട്ടി. v2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് q കണ്ടുപിടിക്കാം. q എങ്ങനെ കണ്ടുപിടിക്കാം? q is equal to a2 v2. This is equal to pi by 4 into d2 square, that is 0.848 square into 0.181. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.03275 meter cube per second. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സഡൻ എൻലാർജ്മെന്റ് പ്രോബ്ലം ആയി. ഇനി നമുക്ക് സഡൻ കോൺട്രാക്ഷൻ പ്രോബ്ലത്തിലേക്ക് പോവാം. സഡൻ കോൺട്രാക്ഷൻ പ്രോബ്ലം ഇതാണ്. അപ്പൊ നേരിട്ട് ഡീറ്റെയിൽസ് പോവായി. ഹൊറിസോണ്ടൽ പൈപ്പ് carries water at the rate of q equal to 0.04 meter cube per second. അപ്പൊ q തന്നിട്ടുണ്ട് 0.04 meter cube per second, which is 300 millimeter. So d1 directly തന്നിട്ടുണ്ട് 300 millimeter. Reduce abruptly to 150 mm. അപ്പൊ d2 തന്നിട്ടുണ്ട് 150 mm. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? a1 ഉം a2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേറ്റ് ദ പ്രഷർ ലോസ് across the contraction. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് p1 minus p2 ആണ്. Okay, take coefficient of contraction as 0.62. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഇക്വേഷൻ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഈ കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഡീറ്റെയിൽസ് തന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. hc is equal to 1 by cc minus 1 into 1 by cc minus 1 whole power 2 into v2 square by 2g എന്ന് ആദ്യം യൂസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഈ 0.5 പകരം എന്ത് ചെയ്യണം? 1 by cc minus 1 whole power 2 യൂസ് ചെയ്തിട്ട് വേണം ഈ 0.5 റീപ്ലേസ് ചെയ്യാൻ into v2 square by 2. ഇങ്ങനെ hc കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് p1 minus p2 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. സോ ഫോർ ദാറ്റ് പർപ്പസ് ഫസ്റ്റ് you have the details d1 equal to 300 mm. So you can calculate the area. Area എങ്ങനെ calculate ചെയ്യാം? a1 is equal to pi by 4 d square. So pi by 4 into 0.3 square. So this is equal to 0.0707 meter square. Similarly a2 substitute either pi by 4 into 0.15 square is equal to 0.1767 meter square. Okay, ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ അറിയാം. a1 v1 is equal to a2 v2 എന്നറിയാം അല്ലെ. അതേപോലെ q അറിയാം. q this is equal to q. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം v1 കണ്ടുപിടിക്കാം. v1 is equal to q1 by a1. So substituting it 0.04 divided by 0.0707, you'll get v1 as 0.566. Similarly v2 is equal to q2 by a2. അതിൽ വെച്ചിട്ട് v2 എത്ര കിട്ടും? 2.26 meter per second.
After finding out V1 and V2, now what we have to do is take two sections. That is one before contraction, that will be at this point, and one after contraction. So at these 2 points, now apply Bernoulli's theorem. So according to Bernoulli's theorem, P1 by rho g plus V1 square by 2g plus Z1. This is before contraction. This is equal to V2 by rho g plus V2 square by 2g plus Z2 plus head loss. Here head loss is due to sudden contraction, HC. So here in question as CC, coefficient of contraction, is given, you have to first find out what is HC using this equation instead of 0.5 into V2 square by 2g. So using that equation, HC is equal to 1 by CC minus 1 whole square into V2 square by 2g. So this is equal to 1 by CC 0.62 minus 1 whole square into V2 square. V2 is 2.26. 2.26 divided by square divided by 2 into 9.81. So the answer is 0.0978. So this is the value of HC. Now you have to apply in this equation. So applying in that equation, you get P1 by rho g plus V1 square by 2g, 0.566 square by 2 into 9.81 plus Z1 is equal to P2 by rho g plus what is V2 square, 2.26 square divided by 2 into 9.81 plus 0.0978. Now in this question, you have a horizontal pipe. So since the pipe is horizontal, I can say Z1 is equal to Z2. So cancelling, here I have missed Z2. So cancelling Z1 and Z2, we get it as P1 by rho g minus P2 by rho g. Okay, ഇതെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കുക, ബാക്കിയെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.3418 കിട്ടും. അപ്പം നമുക്ക് കിട്ടേണ്ടത് P1 minus P2 ആണ്. So P1 minus P2 is equal to 0.3418 into here carries water. So rho is 1000 into 9.81. So this is equal to 3.35 kilonewton per meter square. രണ്ട് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേതായ സഡൻ എൻലാർജ്മെന്റ് നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ യൂസ് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ സഡൻ കോൺട്രാക്ഷനിൽ ഒരു വാല്യൂ തന്നിട്ടില്ല, സിസിയുടെ ഒരു വാല്യൂ തന്നിട്ടില്ല, നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സിസിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദ ഇക്വേഷൻ HC equal to 1 by CC minus 1 whole square into V2 square by 2g. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കും.